വെൽക്കം ടു ഗ്രേഡിയൻറ്റ് RRB ജനറൽ സയൻസ് ഫിസിക്സിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിസം എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിനു മുന്നേ ഉള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ജനറൽ സയൻസിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ കുറേയധികം ക്ലാസ്സുകൾ ഏതാണ്ട് 10-20 ക്ലാസ്സുകളോടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കാണുക. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് ഏതാണ്ട് നമുക്കൊരു ജൂലൈ ഓഗസ്റ്റിലൊക്കെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യം പോലെ സമയമുണ്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ മാക്സിമം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാം ചാനൽ ലിങ്കും ഇവിടെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കുറച്ച് പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളുള്ളതുകൊണ്ടാണ് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇനി വരുമ്പോൾ നമ്മൾ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ് മാഗ്നറ്റിസം. അറിയാലോ, മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ പറഞ്ഞു പോകുന്നത്. തുടങ്ങുകയാണ്. എന്താണ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാഗ്നറ്റിസം എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്, അല്ലേ? നമുക്കറിയാം, നമ്മളൊരു കാന്തം എന്ന് പറയുന്ന സാധനം കാണുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായ പ്രോപ്പർട്ടി എന്താ? അതിന് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെ? അതിനെന്താണ്? ഇരുമ്പ് പോലെയുള്ള വസ്തുക്കളെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുമ്പ് പോലെയുള്ള മെറ്റലുകളെ അട്രാക്റ്റ് ചെയ്യാൻ കഴിവുള്ള വസ്തുക്കളെയാണ് നമ്മൾ പൊതുവായി എന്തെന്ന് വിളിക്കുന്നത്? മാഗ്നറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഈ മാഗ്നറ്റുകൾ പ്രകൃതിയിൽ സ്വന്തമായിട്ട് ഫോം ചെയ്ത് വരാറുണ്ട്. അതിന് നാച്ചുറൽ മാഗ്നറ്റ് എന്നും നമ്മൾ ആർട്ടിഫിഷ്യലി നിർമ്മിക്കാറുണ്ട്, അതിന് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്നും പറയും. അപ്പോൾ നാച്ചുറൽ മാഗ്നറ്റിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റൈറ്റും ലോഡ് സ്റ്റോണും എന്താണ് ഈ പറയുന്ന നാച്ചുറൽ മാഗ്നറ്റുകളുടെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഓക്കെ, നാച്ചുറൽ മാഗ്നറ്റ് ഈസ് എൻ ഓർ ഓഫ് അയൺ ഓക്സൈഡ് ലൈക്ക് മാഗ്നറ്റൈറ്റ്, അതിന് ലോഡ് സ്റ്റോൺ എന്നും പറയും. അപ്പോൾ ഇവിടെ നിന്നൊരു ചോദ്യം മുന്നേ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 4-5 പേര് തന്നിട്ട് അതിനകത്ത് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ് ലോഡ് സ്റ്റോൺ ആയിരുന്നു അന്നത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ലോഡ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ മാഗ്നറ്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് കൂടുതൽ ആലോചിക്കേണ്ടതില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നാച്ചുറലി ഫോം ചെയ്യുന്നതല്ല, നമ്മൾ ആർട്ടിഫിഷ്യലി പ്രിപ്പയർ ചെയ്യുന്നവയാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. നിയോഡിയം മാഗ്നറ്റുകൾ നിങ്ങൾ എന്തായാലും ഈ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റാണ്. സെമേരിയം മാഗ്നറ്റ് ഒക്കെ ഇതിന് എന്താണ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഒരു കാന്തം അല്ലെങ്കിൽ മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇരുമ്പ് പോലെയുള്ള മെറ്റലുകളെ അട്രാക്റ്റ് ചെയ്യാൻ കഴിവുള്ള വസ്തുക്കളെയാണ് നമ്മൾ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. അത് നാച്ചുറലി ഒക്കർ ചെയ്യാറുമുണ്ട്, ആർട്ടിഫിഷ്യലി നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാറും ഉണ്ട്. അങ്ങനെയുള്ള ഒരു മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് പ്രോപ്പർട്ടി അറിയാം, അല്ലേ? മാഗ്നറ്റിന് 2 പോളുണ്ട്, നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്. അതിൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് പോളുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യുകയും സെയിം പോളുകൾ തമ്മിൽ റിപ്പൽ ചെയ്യുകയും ചെയ്യും. അത് നമ്മൾ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇമ്പോർട്ടൻ്റ് എന്തുവാണ്? ഒരു സാധാരണ ഒരു കാന്തത്തെ നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിരുന്ന സമയത്ത്, നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്ന സമയത്ത്? സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ ഇതൊരു കാന്തമാണെന്ന് വിചാരിക്കാം. ഈ കാന്തത്തിന് ഞാനൊരു നൂല് കെട്ടി ഇങ്ങനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്താൽ ഇതെപ്പോഴും നമ്മുടെ ഭൂമിയുടെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, മാഗ്നറ്റിക് കോമ്പസ്. അപ്പോൾ ഈ മാഗ്നറ്റിക് കോമ്പസിനകത്തുള്ളത് എന്ത് തന്നെയാണ്? ഇതുപോലെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാന്തമാണ്. അപ്പോൾ അതിന് നമ്മൾ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കോമ്പസിൽ മാഗ്നറ്റിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് ദ മാഗ്നറ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബാർ മാഗ്നറ്റിനെ നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുമ്പോൾ അതെന്ത് പറ്റും? നമ്മുടെ ഭൂമിയുടെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ എപ്പോഴും അലൈൻ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബാർ മാഗ്നറ്റ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മുടെ കോമ്പസുകൾ വർക്ക് ചെയ്യുന്നത്. ഇനി മാഗ്നറ്റിന് 2 പോളുകളുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. ഒരു കാന്തത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എപ്പോഴും ഒരു കാന്തത്തിനകത്ത് ഉണ്ടായിരിക്കും. അതായത് നോർത്ത് പോൾ മാത്രമായിട്ടുള്ളൊരു കാന്തം നമുക്കൊരു കാരണവശാലും പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഈ നോർത്ത് സൗത്ത് പോളുള്ള കാന്തത്തിന് ഞാനിങ്ങനെ നടുക്കൂടി മുറിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഒരു ചെറിയ പീസ് കിട്ടും. പക്ഷേ അതിനകത്ത് എന്തുണ്ടാകും? ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ടാകും. അതായത് മാഗ്നറ്റിക് പോൾസ് എപ്പോഴും ഒരു പെയറായിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്, മാഗ്നറ്റിക് പോൾസ് എക്സിസ്റ്റ് ഇൻ പെയർ. നമുക്കതിന് ഡൈപോൾ നേച്ചർ എന്ന് പറയാൻ പറ്റും. അതായത് 2 പോൾ എപ്പോഴും ഒരു കാന്തത്തിനുണ്ടാവും. നോർത്ത് പോൾ മാത്രമുള്ളൊരു കാന്തം അല്ലെങ്കിൽ സൗത്ത് പോൾ മാത്രമുള്ളൊരു കാന്തം നമുക്ക് ഒരിക്കലും പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ കാന്തത്തെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? എത്ര ചെറിയ പീസുകളായിട്ട് മാറ്റിയാലും അതിനകത്ത് എന്തുണ്ടാവും? 2 പോളുകൾ ഉണ്ടാവും. അത് മറ്റൊരു ഫീച്ചറായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇതുമൊക്കെ ഒരു മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലുകൾ അട്രാക്റ്റ് ചെയ്യും, ഓപ്പോസിറ്റ് പോൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും, അതുപോലെ സിമിലർ പോളുകൾ തമ്മിൽ റിപ്പൽ ചെയ്യും. ഒരു കാന്തത്തെ നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ കാന്തം നമ്മുടെ ഭൂമിയുടെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ എപ്പോഴും അലൈൻ
അലൈൻ ചെയ്ത് നിൽക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മുടെ കോമ്പസ് വർക്ക് ചെയ്യുന്നത്. ഇനി ഒരു കാന്തത്തെ നമ്മൾ എത്ര ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാലും അതിനകത്ത് എന്തുണ്ടാകും? ഒരു നോർത്ത് പോളും കാണും, ഒരു സൗത്ത് പോളും കാണും. മാഗ്നറ്റിക് മോണോപോൾസ് നെവർ എക്സിസ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. മാഗ്നറ്റിക് മോണോപോൾസുകൾ ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. അത് എപ്പോഴും എന്തായിരിക്കും? ഡൈപോളുകളായിട്ട് നോർത്ത് സൗത്ത് ഒരുമിച്ച് വരുന്ന രീതി മാത്രമേ കാണത്തുള്ളൂ. ഇനി അങ്ങനെ ഒരു കാന്തത്തിന് ചുറ്റും ഈ കാന്തത്തിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാകുന്ന ഒരു ഏരിയ ഉണ്ടാകും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എന്താ മാഗ്നറ്റിക് ഫീൽഡ്? നമുക്ക് തന്നെ അറിയാം അല്ലേ? നമ്മളൊരു കാന്തം, രണ്ട് കാന്തം കൊണ്ടുവരുന്നു. അതിന് നമ്മൾ അടുത്തേക്ക് കൊണ്ടുവന്ന ഒരു പ്രത്യേക ദൂരം എത്തി കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത്? ഒരു അട്രാക്ഷൻ നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ഇരുമ്പിനടുത്തേക്ക് ഇതിനെ കൊണ്ടുപോകുമ്പോൾ ഒരു നിശ്ചിത ദൂരം കഴിയുമ്പോഴാണ് നമുക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു കാന്തത്തിന് ചുറ്റും അതിൻ്റെ ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന, അതിൻ്റെ ഫീൽഡ് തോന്നിപ്പിക്കുന്ന ഒരു നിശ്ചിത ദൂരമുണ്ട്. ആ ദൂരത്തിന് അല്ലെങ്കിൽ ആ ഒരു ഏരിയയാണ് നമ്മൾ മാഗ്നറ്റിൻ്റെ ഫീൽഡ് അഥവാ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ ഏരിയ അറൗണ്ട് എ മാഗ്നറ്റ് ഇൻ വിച്ച് ദ എഫക്റ്റ് ഓഫ് ദ മാഗ്നറ്റിസം ഈസ് ഫെൽറ്റ്. മാഗ്നറ്റിൻ്റെ ഇഫക്റ്റ് ഫീൽ ചെയ്യുന്ന ആ ഒരു ഏരിയ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇമാജിനറി ലൈൻ ഉപയോഗിക്കും. ആ ഇമാജിനറി ലൈനിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. ഫോർ എക്സാമ്പിൾ, ഇതൊരു നോർത്ത് പോളാണെന്ന് വിചാരിക്കുക, ഇതൊരു സൗത്ത് പോളാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമുക്ക് എത്ര ദൂരമാണെന്ന് അറിയത്തില്ല. നമ്മളതിനെ ഗ്രാഫിക്കലി കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈനുകൾ ഉപയോഗിക്കും. ആ കണ്ടിന്യൂസ് ലൈൻ ശ്രദ്ധിച്ചാൽ ഞാൻ വരയ്ക്കുന്ന രീതി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? നോർത്ത് പോളിൽ നിന്നും എൻഡ് ചെയ്യുന്ന എവിടെയാണ്? സൗത്ത് പോളിലുമാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലേക്ക് വന്നു ചേരുന്നു എന്ന രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഈ വരയ്ക്കുന്ന ഇമാജിനറി ലൈനുകളാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. അപ്പോൾ എന്താ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ? ദീസ് ആർ ഇമാജിനറി ലൈൻസ് അല്ലേ? സാങ്കല്പികമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്ത് പറ്റും? ഇറ്റ് ഷോസ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും ഡയറക്ഷനെയും കാണിക്കും. മാഗ്നറ്റിക് ഫീൽഡിന് എന്തുണ്ട്? ഒരു ഡയറക്ഷൻ ഉറപ്പായിട്ടും ഉണ്ട്. എന്തുണ്ട്? ഒരു ഡയറക്ഷൻ ഉണ്ട് എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഒരു മാഗ്നറ്റിന് എന്തുണ്ട്? ഉറപ്പായിട്ട് ഒരു ഡയറക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? അപ്പോൾ എപ്പോഴും ഫസ്റ്റ് പോയിന്റ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇമാജിനറി ലൈനുകളാണ്. അതെപ്പോഴും ആരംഭിക്കുന്നത് നോർത്തിൽ നിന്നും അവസാനിക്കുന്നത് സൗത്തിലുമാണ്. അത് ഞാൻ ഇവിടെ നോർത്ത് വരച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ നോർത്ത് കാണിച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എത്രത്തോളം അടുത്തടുത്താണെന്നുള്ളത് എന്തിനെ കാണിക്കും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ കാണിക്കും. അതായത് ഇപ്പോൾ ഞാൻ രണ്ട് പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെയും ഒരു പോയിന്റ് എടുത്തു. രണ്ടിടത്ത് എവിടെയാണ് സ്ട്രെങ്ത് കൂടുതലെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഈ കാണുന്ന സ്ഥലത്താണ് സ്ട്രെങ്ത് കൂടുതൽ. കാരണം അവിടെ എന്താണ്? കൂടുതൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ നോർത്തിൽ നിന്ന് ആരംഭിക്കുന്നു, സൗത്തിലേക്ക് പോകുന്നു. ഇതെപ്പോഴും ഒരു കണ്ടിന്യൂസ് ലൂപ്പായിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് കർവായിട്ടായിരിക്കും പോകുന്നത്. ഒരിക്കലും ഒരു ലൈൻ നേരെ അങ്ങനെ പോകത്തില്ല. ഇതെപ്പോഴും എന്ത് ചെയ്യും? കുറച്ച് ദൂരം കഴിയുമ്പോൾ വളഞ്ഞ് തിരിച്ചെവിടെ വന്ന് ചേരും? സൗത്ത് പോളിൽ വന്ന് ചേർന്നിരിക്കും. സോ ദേ ആർ കണ്ടിന്യൂസ് ലൂപ്സ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാഗ്നറ്റിൻ്റെ പുറത്താണ് നോർത്തിൽ നിന്ന് എങ്ങോട്ട് പോകുന്നത്? സൗത്തിലേക്ക് പോകുന്നത്. അകത്താണെങ്കിലോ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. ഒരു കാന്തത്തിനകത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ പറയണം സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ്. അപ്പോഴല്ലേ ഇത് കണ്ടിന്യൂസ് കർവ് ആവുള്ളൂ. ആലോചിച്ച് നോക്കിയേ, ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത്. നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, സൗത്തിലേക്ക് പോകുന്നു, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് കണ്ടിന്യൂസ് കർവ് ആകണമെങ്കിൽ അകത്ത് എങ്ങനെയായിരിക്കണം? ഈ ഒരു രീതി വന്ന് ചേരണം. ഇങ്ങനെയുള്ള കർവുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡിന് എത്രത്തോളം അടുത്തടുത്താണോ എന്നുള്ളത് അതിൻ്റെ സ്ട്രെങ്ത്തിനെ കാണിക്കും. ഇനി നമുക്കിവിടെ ഡയറക്ഷനും കൂടെ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഡയറക്ഷനും ഉണ്ട്, മാഗ്നറ്റിന് എന്തുണ്ട്? സ്ട്രെങ്ത്തും ഉണ്ട്. സ്ട്രെങ്ത് അളക്കാൻ നമ്മൾ എത്രത്തോളം അടുത്തടുത്താണ് ലൈനുകളെന്ന് നോക്കിയാൽ മതി. ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ സത്യത്തിൽ ഇത് വരയ്ക്കുന്ന ഒരു കോമ്പസ് ഉപയോഗിച്ചാണ്. നമ്മളൊരു കാന്തത്തിന് ആദ്യം എടുത്ത് ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനടുത്തായിട്ട് ഒരു കോമ്പസിനെ കൊണ്ടുവന്ന് വയ്ക്കും. ഈ കോമ്പസിൻ്റെ നീഡിൽ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് ആ പോയിന്റ് ചെയ്യുന്ന രീതിയിൽ ഡയറക്ഷനിലായിരിക്കും നമ്മൾ എന്തിനെ വരയ്ക്കുന്നത്? മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസിനെ വരയ്ക്കുന്നത്. അപ്പോൾ ഈ കോമ്പസാണ് സത്യത്തിൽ എന്ത് കാണിക്കുന്നത്? ഡയറക്ഷൻ കാണിച്ചു തരുന്നത്. ആ ഡയറക്ഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ മനസ്സിലാക്കിയത് തന്നെ എന്താണ്? ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നതെന്ന്. അതാണ് സത്യം. നിങ്ങളൊരു പേപ്പർ എടുത്ത് കുറച്ച് ഇരുമ്പ് തരികൾ വെച്ചിട്ട് അതിലൊരു കാന്തം വെച്ച് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഈ പറയുന്ന പോലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്ട്രെങ്ത് അളക്കാൻ പറ്റും. അപ്പോൾ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു പോയിന്റിൽ ഒരു കാന്തം തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഈ ഒരു കാന്തം ഇതിൻ്റെതായി ഈ ഒരു പോയിന്റ് എ,
ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ ഇവിടുത്തെ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി. ഈ ടാൻജൻ്റ് ആയിരിക്കും അവിടുത്തെ എന്തിനെ കാണിക്കുന്നത്, ഡയറക്ഷനെ കാണിക്കുന്നത്. അതായത് ഞാനൊരു കോമ്പസ് വെച്ചാൽ ആ കോമ്പസും ഈ ഡയറക്ഷനിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഇനി കോമ്പസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഫീൽഡ് ലൈൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ നമുക്ക് ഡയറക്ഷൻ കിട്ടും. ഈ പ്രോപ്പർട്ടീസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്? ഒന്ന്, ആരംഭിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം ദ നോർത്ത് പോൾ ആൻഡ് എൻഡ് ഇൻ ദ സൗത്ത് പോൾ. നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, സൗത്തിൽ എൻഡ് ചെയ്യും. ഇൻസൈഡ് എ മാഗ്നറ്റ് ആണെങ്കിൽ അത് സൗത്തിൽ നിന്ന് നോർത്തിലോട്ടായിരിക്കും. കാര്യം മനസ്സിലായിട്ടുണ്ട്. ക്ലോസർ ലൈൻസ് ആയിരിക്കും അല്ലെ, എത്രത്തോളം ലൈൻസ് അടുത്തടുത്താണ് ക്ലോസ് ചെയ്താണ് കാണപ്പെടുന്നത് അതെന്തിനെ കാണിക്കും, മാഗ്നറ്റിൻ്റെ സ്ട്രെങ്തിനെ കാണിക്കും. സോ ആ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പോളുകളുടെ അടുത്താണ്. അതായത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോളിൻ്റെ അടുത്ത ഭാഗത്താണ് ഒരു മാഗ്നറ്റിൻ്റെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്നത്. ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പരസ്പരം ക്രോസ് ചെയ്യത്തില്ല. അതായത് ഇവിടുന്ന് ഒരു ഫീൽഡ് ലൈൻ ഇങ്ങനെ പോകുന്നു, മറ്റൊരു ഫീൽഡ് ലൈൻ വന്നിട്ട് ഇതിനെ ഒരിക്കലും കട്ട് ചെയ്യത്തില്ല. കാരണം ഇവിടെ കട്ട് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിന് 2 ഡയറക്ഷൻ ഉണ്ടെന്നാണ്. അതൊരു കാരണവശാലും പോസിബിൾ അല്ല. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഒരു കാരണവശാലും ക്ലോസ് ചെയ്യത്തില്ല. ഇവരെപ്പോഴും ഫോം ചെയ്യുന്നത് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ടുള്ള കർവായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള കർവായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. കാന്തത്തിന് പുറത്ത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണെങ്കിൽ ക്ലോസ് കർവ് ആവണമെങ്കിൽ അകത്ത് വന്ന് ഇങ്ങനെ ചേരണം. അകത്ത് എന്തായിരിക്കും, സൗത്തിൽ നിന്ന് നോർത്തിലോട്ടായിരിക്കും. ഇനി ഒരു ടാൻജൻറ്റ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് കിട്ടും, അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അടുത്തതിലോട്ട് പോകാമല്ലോ. നെക്സ്റ്റ്, മാഗ്നറ്റിൻ്റെ ടൈപ്പുകൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും തൊട്ട് മുമ്പ് പഠിച്ചല്ലോ നാച്ചുറലും ആർട്ടിഫിഷ്യലും. അതല്ല, മാഗ്നറ്റുകളെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. പെർമനൻറ്റ് മാഗ്നറ്റുകളെന്നും ഇലക്ട്രോ മാഗ്നറ്റുകളെന്നും. നമ്മൾ നേരത്തെ പഠിച്ച നാച്ചുറൽ മാഗ്നറ്റുകളും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റുകളും രണ്ടും എന്തിനകത്ത് ഉൾപ്പെടും, പെർമനൻറ്റ് മാഗ്നറ്റിനകത്ത് ഉൾപ്പെടും. അതായത് പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് വെച്ചാൽ അതിനകത്തുള്ള മാഗ്നറ്റിസം പെർമനൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്കത് ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ ഒന്നും പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഈ പറയുന്ന സാധാരണ സ്പീക്കറിലൊക്കെ കിട്ടുന്ന സാധാരണ കാന്തം, അത് എപ്പോഴും അതിന് ചുറ്റും എന്തുണ്ടാകും, ഒരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും അല്ലേ. നമുക്കത് ഓഫ് ചെയ്യാനോ ഓൺ ആക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ എന്തായിരിക്കും പെർമനൻറ്റ് മാഗ്നറ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ്, ഓക്കെ നോക്കി എന്താ പറയുന്നത്, ഇറ്റ്സ് എൻ ഒബ്ജക്റ്റ് മേഡപ്പ് ഓഫ് മെറ്റീരിയൽ ദാറ്റ് ഗെറ്റ് മാഗ്നറ്റൈസ്ഡ് ആൻഡ് ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ പെർസിസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് എപ്പോഴും അതിന് ചുറ്റും എന്തുണ്ടാകും, ഒരു പെർസിസ്റ്റൻ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കും. നാച്ചുറലായിട്ട് കിട്ടിയാലും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയാലും അതിനകത്ത് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അത് നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് വിളിക്കും. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിലോട്ട് പോകണം, ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്ററിലോട്ട് പോകണം. 1820 അദ്ദേഹം ഒരു കാര്യം കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇരിക്കുമായിരുന്നു. അതിൻ്റെ അടുത്തായിട്ട് ഒരു മാഗ്നറ്റിക് കോമ്പസും ഇരിക്കുകയായിരുന്നു. ഈ പറയുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്ത സമയത്ത് അദ്ദേഹം എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിൻ്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. ഒരു മാഗ്നറ്റിൻ്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ അതിനപ്പുറത്ത് വേറെ എന്തുണ്ടാവണം, മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം. സോ ആ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്ന് വന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാകുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള വയറിൽ കൂടെയും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. പക്ഷേ നമ്മൾ അറിയാത്ത എന്തുകൊണ്ടാണ്, അത് വളരെ ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ടാണ്. പക്ഷേ എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡുള്ള മെറ്റീരിയലിനെ നമ്മളൊരു പ്രത്യേക ഷേപ്പിൽ, ഇങ്ങനെ കാണുന്നൊരു ഷേപ്പിൽ നമ്മളിതിനെ സോളിനോയിഡ് എന്ന് വിളിക്കും. ഇങ്ങനെ ഒരു സോളിനോയിഡ് ഷേപ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് കൊടുക്കുമ്പോൾ ഇതിന് ചുറ്റും എന്തുണ്ടാവും, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വരും. കറണ്ട് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആവും. അങ്ങനെ ആവശ്യമുള്ളപ്പോൾ വരികയും അല്ലാത്തപ്പോൾ പോവുകയും ചെയ്യുന്ന, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രോ എന്ന് വെച്ചാൽ വൈദ്യുതി, ഇലക്ട്രിസിറ്റിയിൽ നിന്നുണ്ടാകുന്ന മാഗ്നറ്റ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ കോയിൽ ഓഫ് വയർ ദാറ്റ് ആക്ട് എസ് എ മാഗ്നറ്റ് വെൻ എ കറണ്ട് ഈസ് അലൗഡ് ടു പാസ് ത്രൂ ഇറ്റ്. അല്ലെ, കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇത് ആദ്യം കണ്ടെത്തിയത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് ആണ് ഈ പറയുന്ന സംഭവം കണ്ടെത്തിയത്. അങ്ങനെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഈ പറയുന്ന കോയിലുകൾ ഇരിക്കുന്ന പ്രത്യേക ഷേപ്പാണ് എന്താ, സോളിനോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇതാണ് സോളിനോയിഡ്. ഈ സോളിനോയിഡ് കറണ്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു അയൺ കോറോട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആർക്ക് സിമിലർ ആയിട്ട് ഒരു സാധാരണ നാച്ചുറൽ ബാർ മാഗ്നറ്റിന് ചുറ്റും നമ്മൾ ഇങ്ങനെ കണ്ടില്ലേ, അതുപോലത്തെ ഒരെണ്ണം ഇവിടെയും കിട്ടും. സോ അതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിന് എങ്ങനെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അറിയണം, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്, അതിലൂടെ കറണ്ട് പോകുമ്പോൾ എന്ത് പറ്റും, ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നിയമം യൂസ് ചെയ്യുന്നുണ്ട്. പലതവണ ഇത് ചോദിച്ചിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ പേരാണ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ കോർക്ക് സ്ക്രൂ റൂൾ എന്നും പറയും.
സംഭവം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കണ്ടക്ടർ ഉണ്ടല്ലോ, അതിലൂടെയാണല്ലോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ ഇരുന്ന കോമ്പസ് എന്ത് ചെയ്തത്, ഡിഫ്ലക്ട് ചെയ്തത്. പക്ഷേ ഞാൻ ഇവിടെ കോമ്പസ് വെച്ചപ്പോഴും ഇവിടെ കോമ്പസ് വെച്ചപ്പോഴും ഡിഫ്ലക്ഷന് മാറ്റം വന്നു. കറണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്തപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന് മാറ്റം. അപ്പോൾ അതിന് ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു നിയമം വേണം. ആ നിയമമാണ് മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താ റൂളിൽ പറയുന്നത്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നിങ്ങളിങ്ങനെ കയ്യിലെടുക്കുക, എന്നിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ മനസ്സിലാക്കുക. സപ്പോസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്കിൽ നമ്മളിങ്ങനെ വലത്തെ കൈ കൊണ്ട് അതിനെ പിടിക്കുക. തമ്പ് എന്ന് പറയുന്നത് എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷന് പോയിന്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പോയിന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വിരൽ മടക്കുന്നൊരു ഡയറക്ഷൻ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ മടക്കുന്നൊരു ഡയറക്ഷൻ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെയുള്ള ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷനിൽ കോൺസെൻട്രിക് സർക്കിളുകളായിട്ടായിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അപ്പോൾ റൂൾ എന്താ പറയുന്നത്? ദ റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് if a straight current carrying conductor is held in the right hand such that the thumb is pointing in the direction of the current, then the direction in which your fingers encircle, വിരലുകൾ ചുറ്റുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? gives the direction of the magnetic field. അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നത്. ഇതാണ് കോൺസെൻട്രിക് സർക്കിളുകൾ എന്ന് പറയുന്നത്. ഇത് ഞാൻ 2D വരച്ചു, നിങ്ങൾ 3Dയിൽ സങ്കല്പിച്ചോളാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലൈനുണ്ട്, ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. ഇങ്ങനെ ചുറ്റുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. ഇതിന് ചുറ്റും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ റൗണ്ടായിട്ട് 20 അരികൾ സ്വന്തമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെയാണ് നമുക്ക് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് മനസ്സിലാവുന്നത്. കോൺസെൻട്രിക് സർക്കിളുകളായിട്ട് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇലക്ട്രോ മാഗ്നറ്റിൽ ഇങ്ങനെയാണ് എന്ത് ചെയ്തേക്കുന്നത്, വയറിനെ ചുറ്റി വെച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്, സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന കണ്ടക്ടറാണ്. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ കിട്ടിയോണ്ട് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു റിങ്ങിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന ഇരുമ്പ് കോയിലിനെ ചുറ്റി ഇതുപോലത്തെ ഒരു റിങ് ആക്കി. ഒരു പേപ്പർ എടുത്തു, പേപ്പറിൽ 2 റിങ് ഇതുപോലെ കുത്തി വെച്ചിട്ട് നമ്മളിവിടെ ഇരുമ്പിൻ്റെ തരികൾ ഇട്ടാൽ നമുക്ക് കാണാൻ പറ്റും. ഓരോ പോയിന്റിലും ഇതുപോലത്തെ കോൺസെൻട്രിക് സർക്കിളും ഉണ്ടാകും. അങ്ങനെ സർക്കിളുകൾ ഉണ്ടായി നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും. സംശയം വരും, ഞാൻ ഈ ഒരു റിംഗ് ലൈറ്റ് വെച്ച് പറഞ്ഞുതരാൻ ശ്രമിക്കും. അപ്പോൾ ഇതാണൊരു റിംഗ് എന്ന് പറയുന്നത്. ഈ റിങ്ങിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ എന്ത് ചെയ്യാണ്, കറണ്ട് ഫ്ലോ ഇങ്ങനെ ചെയ്യുകയാണ്. ഓക്കെ, ഈ റിങ്ങിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ പോയിന്റുകളും ഉണ്ടല്ലോ, ഈ ഓരോ പോയിന്റിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന ഒരു ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ ഈ റിങ്ങിൻ്റെ നടുക്കൂടെ ഈ പേന ഇരിക്കുന്ന ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് എൻഡ് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ റിങ്ങുകൾ ഞാനിങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, എനിക്കൊരു സോളിനോയിഡ് കിട്ടും. ഒരു സോളിനോയിഡ് കിട്ടും. ഇപ്പോൾ ഇത് ഒരു റിങ്, ഇങ്ങനത്തെ കുറേ റിങ്ങുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ എനിക്കൊരു സോളിനോയിഡ് കിട്ടും. അപ്പോൾ സോളിനോയിഡ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, അതിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രൈറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പിൻ്റെ നടുക്കെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയിരിക്കും, സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും. സെറ്റാണ്. ഇന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തുന്നു. കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യം കൂടെ നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് വെച്ചുണ്ടാക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് എന്താണെന്നും അതിൻ്റെ മറ്റു ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കി. നമ്മൾ ഇന്ന് പഠിച്ചതെന്നൊക്കെ വരുന്ന ഭാഗങ്ങളാണ്. മാഗ്നറ്റിസം ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ്. മാഗ്നറ്റിസം ഈസ് എ ടൈപ്പ് ഓഫ് എന്താണ്, ഫോഴ്സാണ് അല്ലേ. മാഗ്നറ്റിസം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോഴ്സാണ്. ഒരു മാഗ്നറ്റിൻ്റെ സ്ട്രോങ്ങസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എവിടെയാണ്, അത് അതിൻ്റെ പോൾസാണ്. നമ്മൾ പറഞ്ഞു പോൾസിലായിരിക്കും ലൈനുകൾ അടുത്തടുത്ത് കാണപ്പെടുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് എ മാഗ്നറ്റിക് ഫീൽഡ്? എ മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ബട്ട് നോ ഡയറക്ഷൻ. തെറ്റാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. സ്ട്രെങ്ത്തും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അതിനാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ മാഗ്നറ്റ്? എന്തായിരിക്കും? ഫ്രം ദ സൗത്ത് പോൾ ടു ദ നോർത്ത് പോൾ ആയിരിക്കും. ഇതൊക്കെ മുൻ വർഷം ചോദിച്ച ചോദ്യങ്ങളാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി ഫോഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഓഷൻ കറണ്ട്? ശരി, ഇത് വേണ്ട, ഇത് SSC CPO വന്ന ചോദ്യമാണ്, വിട്ടേക്കാം. അപ്പോൾ ഇന്ന് ഇത്രേ പഠിക്കുന്നുള്ളൂ. ഇങ്ങനത്തെ ചെറിയ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഫുൾ ടോപ്പിക്ക് കവർ ചെയ്യും. കാരണം നിങ്ങൾ പലരും മറ്റ് എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ ആയിരിക്കും റെയിൽവേ കൂടി പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് വലിയ ക്ലാസ്സുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കാണത്തില്ല. സോ ചെറിയ ഭാഗങ്ങളായിട്ട് നമുക്ക് എക്സാമിന് മുമ്പേ ഫുൾ ടോപ്പിക്കും കവർ ചെയ്യാം. സോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.